ജോ പതുക്കെ മെമ്മയുടെ അടുത്ത് ബായ് പറ. ഓക്കെ ബൈ. നീ ഒന്ന് സമാധാനപ്പെടേണ്ട ജോമോനെ. നിക്ക്, നിന്റെ മമ്മ വരൂടാ. ഒരു 5 മിനിറ്റ് മോനെ ഇവിടേക്ക് പപ്പ വരാം. ജോമോനോ? ഗുഡ് മോർണിംഗ്. മോനെന്താ ക്ലാസ്സിന് പുറത്ത് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നേ? ഓഹോ, ആണോ? ജോമോൻ അതിനേക്കാൾ ക്യൂട്ടാണല്ലോ. ജോമോനെ അവിടെ എന്താ? ജോ, സീരിയസ്ലി മോയലോ? ഇതൊക്കെ ഇവരെ പഠിപ്പിച്ച് താനായിരിക്കല്ലേ? അവൻ പറഞ്ഞില്ല എന്താ തെറ്റ്? അപ്പൊ താൻ സമ്മതിച്ചു എന്നെ കാണാൻ കൊള്ളാന്ന്? അതിന് നിന്നെ കാണാൻ കൊള്ളില്ലെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്താ ഇനി നിനക്ക് വല്ല ഡൗട്ടുണ്ടോ? തനെന്തി കാണിക്കുന്ന? തനെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? സോന, ഇവനാരാ? ജതൻ, 1 സെക്കൻഡ്, ഞാനിപ്പോ വരാം. സോഹ, 1 മിനിറ്റ്, മമ്മ വരാം. ജതിൻ, അവൻ ആരാന്ന് പറഞ്ഞ? ഐ കാൻ എക്സ്പ്ലെയിൻ. താൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ശരിയാ, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല. നീ ഒത്തിരി മാറിപ്പോയി. നീ എന്നെ ആലോചിക്കുന്നത് വിട്, ജോയെങ്കിലും ആലോചിക്കായിരുന്നില്ലേ? അവൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നത് നിനക്കല്ലോ. ഇതുപോലെ നിനക്കറിയണം. നിനക്കൊരു പുതിയ ജീവിതമായി, ഹസ്ബൻഡായി, ഈവനൊരു കുഞ്ഞായി. അപ്പം ഞാൻ നിനക്കാരാ സോന? ജോ ആരാ? എനിക്ക് അറ്റ്ലീസ്റ്റ് ഓരോ ഹോപ്പെങ്കിലും ഉണ്ടായിരുന്നു. നീ ജോയെക്കുറിച്ച് ആലോചിച്ചെങ്കിൽ എൻ്റെ അടുത്ത് തിരിച്ചു വരുന്നു. ബട്ട് ഐ വാസ് റോങ് അല്ലേ? അവൻ്റെ നേളി കണ്ടപ്പോഴത്തേ നീ എന്നെ മറന്നു സോന? നമ്മുടെ മോന് മറന്നു. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തീർക്കണം. നമുക്കൊരു മോനില്ലേ? നിനക്ക് അറ്റ്ലീസ്റ്റ് അവനെ കുറിച്ചെങ്കിലും ആലോചിക്കുമായിരുന്നു. അതെങ്ങനാ? അവനെ കണ്ടപ്പോഴത്തേനും അവനെ പറഞ്ഞപ്പോഴത്തേനും നിനക്കങ്ങ് പൊള്ളിയോ? ഇതൊക്കെ അറിയാൻ നീ ആരാ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് അവസാനിച്ചോ അന്ന് മുതൽ നീ എൻ്റെ ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതും നിന്റെ ആവശ്യമായിരുന്നു. അപ്പൊ ഇവന് വേണ്ടിയായിരിക്കും. ഐ ആം നോട്ട് സർപ്രൈസ്ഡ്. ഇത്രയും വൃത്തിയായിട്ട് രീതിയിൽ സംസാരിക്കാൻ തനിക്ക് മാത്രമേ പറ്റൂ. മാർവേദ്, ഐ ഹാവ് ടു ഗോ. നിനക്ക് പോവാം. അതിനുമ്പ് ഒരൊറ്റ കാര്യം കൂടെ. നമ്മളൊന്നിച്ചുള്ളപ്പോ തന്നെ നീ പ്രഗ്നന്റ് ആയിരുന്നു? യെസ്. സീരിയസ്ലി? ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, തനിക്ക് എന്താ ചെവി കിട്ടൂടെ? സോന, എന്തായിരുന്നു പ്രശ്നം? അവൻ നിന്നോട് എന്താ പറഞ്ഞേ? ഒന്നുമില്ല ചേതൻ. എന്താ സോന, എന്താ പ്രശ്നം? ഒന്നുമില്ലാതെ നീ വെറുതെ പറഞ്ഞ. എന്തോ അവൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ മോൻ കണ്ടാലാ ചേതൻ, അവനെന്നെ ഒത്തിരി തെറ്റി വെച്ചിരിക്കുക. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ സമാധാനപ്പെടും. അവനെല്ലാം മനസ്സിലാവും. അവന് കുറച്ച് ടൈം കൊടുക്കുക. ഇതിപ്പോ ആർക്കായാലും ഇങ്ങനൊക്കെ തന്നെയല്ലേ. അവനറിയ പോലുമില്ല സോഹമുള്ള കാര്യം. നീ അവന് ടൈം കൊടുക്കും. അവൻ എന്നെ മനസ്സിലാക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല ചേതൻ. പക്ഷെ സോഹ അങ്ങനെയല്ല. ഷീസ് ഹിസ് ഡോട്ടർ. ഷീ ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിം. എനിക്ക് ഒരാഗ്രഹമില്ല സോഹ വേദിൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കണമെന്ന്. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സോഹയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഐ തിങ്ക് വേദിൻ്റെ അടുത്തെല്ലാം പറയേണ്ട സമയമായി. സോന, നിനക്ക് തോന്നുന്ന പോലെ നീ ചെയ്യും. നിന്റെ കൂടെ എല്ലാത്തിനും ഞാൻ ഉണ്ടാവും. താങ്ക് യു ചേതൻ. അതെ ഋത്തിക്, എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നീ ചോദിക്ക്. ജോമോൻ്റെ അമ്മ എവിടെയാ? നിനക്കിപ്പോൾ എന്തിനാ ജോമോൻ്റെ അമ്മ?
ഏയ് ഋത്തിക്, ഞാൻ സീരിയസാണ്. ഇന്ന് രാവിലെ ഞാൻ ജോയുടെ റൂമിൽ പോയപ്പം ജോ എന്തൊക്കെ സ്വപ്നം കണ്ട് കരയുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞത് അവൻ സ്വപ്നത്തിൽ അവൻ്റെ അമ്മയെ കണ്ടു എന്നൊക്കെയാ. എന്താ ചേച്ചി എവിടെ പോയി? ആ അതൊക്കെ പറയുകയാണെങ്കിൽ കുറേ കഥയുണ്ട്. എന്താ? ആക്ച്വലി വേദും സോനയും സെപ്പറേറ്റഡാ. അതും ഇപ്പോഴൊന്നും അല്ല, 6 കൊല്ലങ്ങൾക്ക് മുമ്പേ. 6 വർഷമോ? എന്നുവെച്ചാൽ ജോക്ക് ഇപ്പോൾ 7 വയസ്സല്ലേ? ആ, ജോയ്ക്ക് 1 വയസ്സോ 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. അപ്പോൾ ജോ അവൻ്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവന് ഓർമ്മയില്ല. അതെന്താ? ഫോട്ടോ ഇല്ലേ? ഫോട്ടോ ഒക്കെ ഉണ്ട്, പക്ഷെ അവൻ്റെ റൂം നീ എന്നോട് ചോദിച്ചില്ലായിരുന്നു ആ റൂം ആരുടെയെന്ന്? അതാ ശരിക്കും വേദിൻ്റെ റൂം. ഈ 6 വർഷത്തിനിടയിൽ അവനോ വേറെ ആരോ ഈ റൂം ഇന്നേ വരെ തുറന്നിട്ടില്ല. സോന പോയതിനു ശേഷം വേദു ഈ വീട്ടിൽ വരണ്ടായി. വേദ ആകെ മാറിപ്പോയി. പണ്ടത്തെ വേദി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്താ പ്രശ്നം? എന്തായിരുന്നു? സോനയെ ഏട്ടൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോന ഇവിടെ വരുമ്പോഴാണ്. സോന ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിരുന്നു. ആദ്യം ഈ ബിസിനസ്സും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അപ്പം അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ വെക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അമ്മയെ നോക്കാൻ വേണ്ടിയാണ് സോന ഇവിടെ വരുന്നത്. അങ്ങനെ വന്ന് ഇവഞ്ച്വലി അവർ തമ്മിൽ ഇഷ്ടത്തിലായി. ഇത് വേദ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. വേദിനൊന്നും വലിയ ബിസിനസ്സൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ അമ്മ എപ്പോഴും പറയുന്നത് വേദിൻ്റെ സ്റ്റാൻഡേർഡിന് സോന ഒട്ടും ചേരില്ലെന്നൊക്കെ. പക്ഷേ എന്നാലും വേദി ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അമ്മ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. ഏകദേശം 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ജോ ആയി. അങ്ങനെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോനയുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ നിൽക്കും. അതൊക്കെ അങ്ങനെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് അങ്ങ് കടന്നു പോകുമായിരുന്നു. ജോയ്ക്ക് ശേഷം സോന അഗെയിൻ പ്രഗ്നൻ്റായി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ആ കുട്ടി അബോർട്ടഡ് ആയിപ്പോയി. സോന ആ ടൈമിലൊക്കെ വീട്ടിലായിരുന്നു, എന്നുവെച്ചാൽ സോനയുടെ വീട്ടിൽ. അപ്പോൾ അമ്മ പറയുന്നത് അവർ നോക്കാഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായും. സോനയ്ക്ക് വരെയൊക്കെ കുഞ്ഞിനെ നോക്കാൻ അറിഞ്ഞൂടാ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വഴക്ക് തുടങ്ങി. സംഭവം ചെറിയ പ്രശ്നമാണെങ്കിലും സോനയുടെ വീട്ടുകാരാണെങ്കിലും ഇടപെട്ടു. അങ്ങനെ ഇതൊരു വലിയ പ്രശ്നമായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം അത് വേദത്തൊന്ന് അവസാനിച്ചു. പിന്നെ അറിയാമല്ലോ, വേദിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അമ്മയെ എന്തെല്ലാമൊക്കെ പറഞ്ഞു. സോനയുടെ വീട്ടുകാർക്കും സോനയ്ക്കും അതൊരു ഈഗോ പ്രശ്നമായിരുന്നു. എക്സാക്ട്ലി സെയിം ഹിയർ. ഇവിടെ അവനെ അറിയാമല്ലോ, ഇവിടെ അവനും അമ്മയ്ക്കും ഇതേ. അങ്ങനെ 2 കൂട്ടരും ആ ഒരു രീതിക്ക് പോയതുകൊണ്ട് തന്നെ അറ്റ് ലാസ്റ്റ് ഇത് ചെന്ന് അവസാനിച്ച് ഡിവോഴ്സിലാണ്. വേദ് പറഞ്ഞത് അവന് സോന സൈൻ ചെയ്തിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ കിട്ടിയെന്നാണ്. പക്ഷേ എനിക്കെന്തോ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം സോന എത്ര വഴക്കിട്ടാലും അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് സോന ഇതിന് വില്ലിങ്ങാന്ന് അറിഞ്ഞപ്പോഴത്തേനും വേദിനത് ഭയങ്കര ഇതായി. അങ്ങനെ അമ്മ അവനെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ എന്തായാലും ഡിവോഴ്സ് നടന്നു. അപ്പോൾ ജോ? സോന പറഞ്ഞതാ ജോ എനിക്ക് വേണ്ടാന്ന്. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സോന ആളെങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് വേദെന്ന് വെച്ച ജീവനാ, അതെനിക്കറിയാം. പിന്നെ അമ്മയോട് ഭയങ്കര സ്നേഹമൊക്കെയാണ്. അമ്മയ്ക്ക് ഈ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, വേദിനായിപ്പോയി അവൾ കെട്ടിയത്. വേറെ വല്ലവരാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ തുടക്കത്തിലൊക്കെ അമ്മയ്ക്ക് സോനയെ ഭയങ്കര കാര്യമായിരുന്നു. വേദിന് അവളെ ഇഷ്ടമാണെന്ന് അറിയുന്നവരെ. എന്നിട്ട് ഡിവോഴ്സിന് ശേഷം സോന അബ്രോഡ് വല്ലതും പോയെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. പിന്നെ 7 വർഷങ്ങൾക്ക് ശേഷം സോന ഇപ്പോൾ ആ നാട്ടിലെത്തിയെന്ന് ഞാൻ അറിയുന്നത്. പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കുടിച്ച് എന്നെ വിളിക്കും, സോന അങ്ങനെ സോന ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലേ? ഞാനില്ലിപ്പോൾ എന്തന്വേഷിക്കാനാ? ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റുകയാണെങ്കിലോ? ചാൻസ് ഉണ്ട്. നീ എന്നിട്ട് എന്താ ഇത് കാര്യമായിട്ട് എടുക്കാത്തടാ? ഞാനിതിലിപ്പോൾ എന്ത് പറയാനാ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി അവളുടെ പുറകെ പോയി വെറുതെ അവനെ വിഷമിപ്പിക്കാൻ എനിക്ക് ഒരാഗ്രഹമില്ല. നിനക്കറിയാത്തോണ്ടാണ്. സോനാന്ന് വെച്ചാൽ അവന് ജീവനാണ്. പിന്നെ ജോ ഉണ്ടെന്ന ഒരൊറ്റ സമാധാനത്തിലായിരിക്കും അവൻ ഇത്രയും കാലം പിടിച്ചു നിന്ന്. നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സോനേച്ചിക്കും ചേട്ടന് ഭയങ്കര കാര്യമല്ലേ? അപ്പം പിന്നെ നീ എനിക്കൊന്ന് സോന ചേച്ചിയെ പരിചയപ്പെടുത്തി തരുമോ? ആ, ബെസ്റ്റ്. ഇനി അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളൂ. നിനക്ക് എന്തിൻ്റെ പ്രാന്ത വേണേ? പ്ലീസ് സ്വാതി, നോക്ക്, എനിക്കൊന്നേ പറയാനുള്ളൂ. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ ഒരു കാര്യം, നീ കാരണം ഒരിക്കലും അവൻ കരയാൻ പാടില്ല. നിനക്ക് വേണേൽ ഞാനൊരാളെ ഏർപ്പാട് ചെയ്ത് തരാം. പക്ഷെ ഒരു കാര്യം,
നീ കാരണം ഏട്ടന് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. ഐ പ്രോമിസ്. ഞാൻ കാരണം ഏട്ടന് ഒരു വിഷമം ഉണ്ടാവില്ല. എന്നാ ഓക്കെ, ഞാൻ സാഗറിനെ പറഞ്ഞുവിടാം. താങ്ക് യു ഋത്തിക്. ഹലോ മാഡം. ഹലോ. മാഡം, ഇത് സാഗറാണ്. ആ സാഗർ, പറയൂ. മാഡം സോന മാഡത്തിനെ കാണണമെന്ന് പറഞ്ഞില്ലേ? ആ, ആക്ച്വലി എനിക്ക് മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു സാഗർ. ആ, എന്താ മാഡം? സോന ചേച്ചിയെ കുറിച്ച് എല്ലാ ഡീറ്റെയിലൊന്നും കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആ, ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് മാമിനെ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. അതെ സാഗർ, താൻ ഈ മാഡം വിളി ഒന്ന് നിർത്തുമോ? താൻ എന്നെ സ്വാധീനം വിളിച്ചോ, ഇല്ലെങ്കിൽ പിന്നെ ചേച്ചി എന്ന് വിളിച്ചോ. സോന ചേച്ചി ഇതുപോലെ തന്നെ ആയിരുന്നു. മാഡം എന്നൊന്ന് വിളിക്കുന്നത് സോന ചേച്ചിക്ക് ഇഷ്ടമല്ല. ഓ സാഗർ, തനിക്ക് സോന ചേച്ചിയെ പറ്റി വേറെ വല്ല അറിയോ? അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ചേച്ചി. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. സോന ചേച്ചിക്ക് വേദ് സാറെന്ന് വെച്ചാൽ ജീവനാ. വേദ് സാറിന് തിരിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെ അവരുടെ ഡിവോഴ്സൊക്കെ എന്താ നടന്നതെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്കിതറിഞ്ഞപ്പോഴും ഭയങ്കര വിഷമമായി. കാരണം അവർ രണ്ടുപേരും അങ്ങനെയായിരുന്നു. ഒരാളുടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടായിരുന്നു. ഓക്കെ സാഗർ, താനെന്നാ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ എല്ലാം എടുത്താ? ആ, ഓക്കെ ചേച്ചി. എല്ലാവർക്കും അവരെ പറ്റി ഈ അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെന്തായിരിക്കും പ്രശ്നം? ആ സാഗർ പറയൂ. ആ ചേച്ചി, അവരിവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്, സ്കൈ ലൈനിൽ. ഓക്കെ. പിന്നെ സോന മാഡം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സോന മാഡത്തിൻ്റെ സ്വന്തം ബിസിനസ് തന്നെയാണ് നോക്കി നടത്തുന്നത്. പിന്നെ പാരൻസും ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാഡം, ഒരു പ്രശ്നമുണ്ട്. സോന മാഡത്തിൻ്റെ കൂടെ ഒരു കൊച്ചുണ്ട്. ആ കൊച്ചു ആരുടെയാണെന്ന് എനിക്ക് വല്ല? അതാരുടെ മോളാണെന്ന് അറിഞ്ഞൂടാ മാഡം. കുട്ടി നിൽക്കുന്നത് സോന മാഡത്തിൻ്റെ കൂടെ തന്നെയാണ്. ഓക്കെ സാഗർ, താനെന്നാ കുട്ടിയെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ പറയോ? പേര് സോഹ. കുട്ടി പഠിക്കുന്നത് നമ്മുടെ ജോമോൻ പഠിക്കുന്ന സെയിം സ്കൂളാണ്. ജോമോൻ്റെ സെയിം സ്കൂളിലാണോ? എന്നാ ഓക്കെ, താമച്ചോ. ആ ചേട്ടാ, ഇന്ന് ജോയിപ്പിക്ക് ഞാൻ പോട്ടെ. ഓക്കെ. താങ്ക് യു. ഇവളിതെവിടെ പോയി? എന്താടാ? സ്വാതിയെ കണ്ടേട്ടാ. അവളിത് ജോയിപ്പിക്കാൻ പോയി. ജോയെ പിക്ക് ചെയ്യാനോ? അവക്കതിനറിയോ ഇവിടെ വല്ലതും? എനിക്കറിഞ്ഞൂടാ. സാഗർ ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടിയിലാ. ആ, ബെസ്റ്റ്. ഇവളെ കൊണ്ട്. മാഡം. അയ്യോ ചേച്ചി, ഇതാ സ്കൂൾ. ദേ കുട്ടികളെല്ലാരും ഇപ്പൊ വരും. ആ ചേച്ചി, ദേ അതാ സോന ചേച്ചി. ഓ, അപ്പൊ ഇതാണോ ആള്? എന്നാ താനിവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയി വരാം. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? നല്ലതായിരുന്നു. ആ ജോക്കുട്ടാ, നീ എത്തിയോ? എന്താ മേം പോരെ? എന്നാ വാ പോവാം. ഹായ് ജോ, ഐ ആം ഫൈൻ. വാട്ട് അബൌട്ട് യു? എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? അതെല്ലോ, സോനാൻറ്റിയുടെ മോളാ. മമ്മയ്ക്ക് എങ്ങനെ ഇവരറിയാം? ഇതാരാ? ഇത് ജോ. ഓ ഹായ്. ഹായ്. ഓ സോന ആല്ലേ? അതെ. ഐ ആം സോറി. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു ടു. കേട്ടിട്ടുണ്ട് ഞാൻ. അവൻ ഒത്തിരി പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരും കുറിച്ച്. ഓക്കെ, എക്സ്ക്യൂസ് മീ, ടൈമായി. എന്ന് ചെല്ലട്ടെ. ശരി.
എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നിനക്ക് ചില്ലറ പ്രാന്തൊന്നുമല്ല. ഋത്തിക്, താൻ ഇനി വേറെ വഴി പറ. ഇനി എന്താ ഞാൻ ചെയ്യുക? എൻ്റെ പൊന്ന് സ്വാതി, നീ ഈ പരിപാടി ഒന്ന് വിട്. നിന്നെ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കിടക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഹലോ. ഓക്കെ എന്നാൽ ശരി, ഞാൻ തന്നെ വരാം. ഡോൺ വരി, ഞാൻ വരാം. മമ്മ, എന്താ മോളെ? മമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം. പുറത്തോ? മമ്മ ഒരു കാര്യം ചെയ്യ്, സോമോളൊന്ന് സ്കൂളിൽ വിടും. ഓക്കെ, ഞാൻ നോക്കിയോളാം, നീ പോക്കോ. ശരി എന്നാൽ. സോഹ, മമ്മ പോന്നു. ബൈ മമ്മ. ഈ സോന ഇതെവിടെ പോയി? മമ്മ ഇന്നെന്താ സോനയ്ക്ക് പകരം മമ്മ അവളെ കൊണ്ടാക്കിയേ? സോന ചേച്ചി കാണുന്നില്ലല്ലോ. ആ മോള് അതിഥി തന്നെയാന്ന് തോന്നുന്നല്ലേ? അതെ, നസീം. അപ്പൊ ഇതാരാ? കണ്ടിട്ട് സോനി ചേച്ചിയുടെ അമ്മയാന്ന് തോന്നുന്നു. ഒന്ന് പോയി സംസാരിക്കണോ? അല്ലെങ്കിൽ വേണ്ട? ഇത്ര നേരമായിട്ട് ഇത് വിട്ടില്ലേ? ആഹാ, ജോമനെത്തിയോ? പോവാം. ഒരു മിനിറ്റ്. ഓക്കേ, ബൈ. വാവ്, ഐസ്ക്രീം. സോഹ, ശ്രദ്ധിച്ച്. ഓക്കെ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞ വർക്ക് ചെയ്യും. ഓക്കെ. ഹലോ, ഇത് മിസ് സോനയല്ലേ? യെസ്. ഇത് സിറ്റി ഹോസ്പിറ്റൽ. വാട്ട്?